ഹലോ, അസ്സാം വലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാ, നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നാട്ടിൽ പോയ സമയത്തുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്യുന്നതും, പിന്നെ നാട്ടിൽ നിന്ന് വന്നാൽ നമുക്ക് കുറച്ച് ക്ലീനിങ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ ആ ഒരു വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടു നോക്കുക. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ നാട്ടിൽ പോകാൻ തന്നെ കാരണം നമ്മളുടെ കസിൻ്റെ ഒരു കല്യാണം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കല്യാണം കൂടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിൻലി പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ പോകുമ്പം കുറച്ചും കൂടി നിന്നിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഒരു 1.5 മാസത്തോളം നാട്ടിലുണ്ടായിരുന്നു. പക്ഷെ നാട്ടിൽ നിന്ന് അങ്ങനെ വീഡിയോസോ കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. അങ്ങനെ കുറച്ച് ക്ലിപ്സ് മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഞാനിതിൽ കൊടുക്കുന്നുണ്ട്. നമ്മളുടെ ആ ഒരു 1.5 മാസത്തിലുണ്ടായിരുന്നുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. ഇപ്രാവശ്യം പോകുമ്പോഴേ വീഡിയോസൊന്നും എടുക്കില്ല. നല്ല റിലാക്സ് ആയിട്ട് ഒന്നുമില്ലാണ്ട് നല്ല ഫ്രീ ആയിട്ട് നല്ല ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് എല്ലാവരും കൂടെയും എൻജോയ് ചെയ്ത് നടക്കണം എന്നുള്ളത് ഞാൻ ആദ്യം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വീഡിയോ എടുക്കാനുള്ള ട്രൈപോഡോ കാര്യങ്ങളോ ഒന്നും തന്നെ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് നല്ല റിലാക്സ് ആയിട്ട് കല്യാണമൊക്കെ കൂടി വീട്ടിലൊക്കെ സുഖമായിട്ടിരുന്ന് അങ്ങനെ വരാമെന്നുള്ളത് ആദ്യം പ്ലാൻ ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നാട്ടിൽ വ്ളോഗ്സും കാര്യങ്ങളൊന്നും തന്നെ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ 1.5 മാസമൊക്കെ വളരെ പെട്ടെന്ന് തന്നെ പോയിട്ടോ. പറയുമ്പം 1.5 മാസം എന്നൊക്കെ ആണെങ്കിലും നമുക്കത് കുറച്ച് ദിവസങ്ങളുള്ള പോലെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അങ്ങനെ ആയി പോവേണ്ട ദിവസം ആയി. അപ്പോൾ ഞാൻ തലേന്ന് കുറച്ച് ഷോപ്പിങ്ങിനും കാര്യങ്ങളിലൊക്കെ വേണ്ടിയിട്ട് വന്നതാണ്. എനിക്ക് കുറച്ച് ചട്ടിയൊക്കെ വേണമായിരുന്നു. ചട്ടി എന്ന് പറഞ്ഞാൽ കുക്ക് ചെയ്യാനല്ല, കുറച്ച് ഡെക്കോർ പർപ്പസിന് വേണ്ടിയിട്ട് കുറച്ച് ചട്ടികളൊക്കെ വേണമായിരുന്നു. അപ്പോൾ ഞാൻ ഈ ഒരു ഷോപ്പ് കോട്ടയ്ക്കൽ എപ്പോഴും പോകുമ്പോഴും ഞാൻ നോട്ട് ചെയ്ത് വെക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ആ ഒരു ഷോപ്പിലേക്ക് ഞാൻ വന്നതാണ്. അവിടെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഒരുപാട് പല വെറൈറ്റികളിൽ ഐറ്റംസ് ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഞാൻ 1-2 സാധനങ്ങളൊക്കെ എനിക്ക് വേണ്ടതൊക്കെ നോക്കിയിട്ട് എടുത്ത്. ഭയങ്കര വലിയൊരു ഷോപ്പാണ്. നമ്മളിപ്പോൾ ഏതെങ്കിലുമൊക്കെ ഡിസൈനൊക്കെ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അവരങ്ങനെ ചെയ്ത് തരാമെന്നൊക്കെ പറഞ്ഞു. ക്ലേയിലൊക്കെ നമുക്കിപ്പോൾ ചില ചട്ടികളൊക്കെ ചില ഡിസൈനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ആ ഡിസൈനിലൊക്കെ ചെയ്ത് തരാമെന്നൊക്കെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ലൊരു ഷോപ്പാണ്. അപ്പോൾ ആ ഒരു ഏരിയയിലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കയറിയിട്ട് നോക്കുക. എനിക്ക് മനസ്സിലായില്ല. അങ്ങനെ നമ്മളുടെ 1.5 മാസത്തെ വെക്കേഷനൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചെത്തി. അപ്പം തിരിച്ചെത്തിയ നെക്സ്റ്റ് ഡേ ആയിട്ട് ഞാനീ ഒരു വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നത്. നമ്മൾ ജാനുവരിയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോ ഇടാൻ കുറച്ച് ലേറ്റായി. അപ്പോൾ തലേന്ന് രാത്രി നമ്മൾ ഭയങ്കര ലേറ്റായിട്ടാണ് എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ തന്നെ നമ്മൾ പെട്ടിയും കാര്യങ്ങളൊന്നും പൊളിക്കുകയൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് ഫ്രോസൺ ഐറ്റംസ് മാത്രം ഒന്ന് ഫ്രീസറിലേക്ക് വെച്ചിട്ട് പിന്നെ ബാക്കിയുള്ളതൊക്കെ പിറ്റേന്ന് റെഡിയാക്കി വെക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അധികം ഐറ്റംസ് ഒന്നുമില്ല. അപ്പോൾ ഞാൻ ഇത്തവണ വരുമ്പം ബൗൾസ് കാര്യങ്ങൾ അങ്ങനത്തെ ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ റമദാനും കാര്യങ്ങളൊക്കെ ആണല്ലോ വരുന്നത്. അപ്പം നമുക്കതിനൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ബൗൾസ്, കപ്സ് അങ്ങനത്തെ ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് സ്നാക്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കാരണം മോൾക്ക് ചില സ്നാക്സൊക്കെ നാട്ടിൽ പോയിട്ട് കഴിച്ചിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ കുറച്ച് സ്നാക്സ്, പിന്നെ എപ്പോഴും കൊണ്ടുവരുന്ന കടലമിഠായി, നാരങ്ങ മിഠായി അങ്ങനത്തെ ഐറ്റംസൊക്കെയാണ് കേട്ടോ. പൊട്ടുന്ന ഐറ്റംസ് കുറച്ചുണ്ടായിരുന്നു. ഇപ്പം ഞാൻ നേരത്തെ കാണിച്ചല്ലോ കുറച്ച് മണ്ണിൻ്റെ ചട്ടിയും ഇതൊക്കെ വാങ്ങിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനതെല്ലാം നല്ലോണം പൊതിഞ്ഞ് പാക്ക് ചെയ്തൊരു ഡ്രസ്സിൻ്റെ ഉള്ളിൽ, ഒരു 2-3-4 ഡ്രസ്സിൻ്റെ ഉള്ളിൽ ഞാൻ റോൾ ചെയ്തിട്ടൊക്കെയാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്, പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ അതെല്ലാം ഒന്ന് എടുത്ത് നോക്കുകയാണ്, വല്ലതും പൊട്ടിയിട്ടുണ്ടോ എന്നൊക്കെ എടുത്ത് നോക്കുകയാണ്. എന്നിട്ട് അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കും വേണം.
അപ്പോൾ കിച്ചണിലെ കൗണ്ടർ ടോപ്പൊക്കെ ഓൾറെഡി നല്ല ഫുള്ളായിട്ട് ഇരിക്കുന്നുണ്ട്. കാരണം ഞാൻ വരുന്നതിൻ്റെ ഒരു 2 ആഴ്ച മുന്നേ ഇക്ക വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇക്കാൻ്റെ അടുത്ത് ഞാൻ കുറച്ച് പൊടികൾ കാര്യങ്ങളൊക്കെ കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ കുറച്ച് സാധനങ്ങളൊക്കെ കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു. നെയ്യ് അങ്ങനത്തെ ഐറ്റംസൊക്കെ കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഞാൻ ഇക്കാൻ്റെ അടുത്ത് കിച്ചണിലെ കൗണ്ടർ ടോപ്പിൽ അങ്ങനെ വെച്ചാൽ മതി, ഞാൻ വന്നിട്ട് റെഡിയാക്കി വെച്ചോളാം എന്ന് പറഞ്ഞതായിരുന്നു. കാരണം ഇക്ക വെച്ചാൽ അത് എവിടെ വെക്കേണ്ടതെന്ന് അറിയുന്നുണ്ടാവില്ല. പിന്നെ ഞാൻ വന്നിട്ട് അത് റെഡിയാക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കൗണ്ടർ ടോപ്പിൽ തന്നെ വെച്ചോന്ന് പറഞ്ഞതായിരുന്നു. അപ്പോൾ ആ സാധനങ്ങളും പിന്നെ ഞാൻ കൊണ്ടുവന്ന സാധനങ്ങൾ അങ്ങനെ എല്ലാം ആയിട്ട് കൗണ്ടർ ടോപ്പ് ആകെ ഫുള്ളായിരുന്നു. അപ്പോൾ എന്തായാലും ഇതൊന്ന് റെഡിയാക്കാതെ നമുക്ക് കിച്ചണിൽ പണിയൊന്നും എടുക്കാൻ പറ്റില്ലായിരുന്നു. അപ്പം പിറ്റേന്ന് തന്നെ ഞാൻ ആ ഒരു കാര്യങ്ങളൊക്കെ ചെയ്ത് കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഏകദേശം റെഡിയാക്കി. അപ്പോൾ ഇനിയിപ്പോൾ അതൊക്കെ ബോക്സിലാക്കിയിട്ട് വെക്കണം. അപ്പോൾ ഞാൻ ഓൾറെഡി എൻ്റെ അടുത്തുള്ള സാധനങ്ങളൊക്കെ ഒന്ന് ഡേറ്റും കാര്യങ്ങളൊക്കെ നോക്കുകയാണ്. ഇനിയിപ്പോൾ പെട്ടെന്ന് ഏതാ യൂസ് ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളത് നോക്കിയിട്ട് വെക്കുകയാണ്. അതൊക്കെ മേലോട്ട് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ എടുത്തിട്ട് യൂസ് ചെയ്യാമല്ലോ. അപ്പം അങ്ങനെ അതെല്ലാം ഒന്ന് സോർട്ട് ചെയ്ത് വെച്ചതിന് ശേഷം ഇപ്പോൾ കൊണ്ടുവന്ന സാധനങ്ങളും കൂടി വെക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ കുറച്ച് ഐറ്റംസൊക്കെ ഫില്ല് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഒന്ന് ഫില്ല് ചെയ്തിട്ടെടുത്ത് അപ്പോൾ ഈ ഒരു ക്ലീനിങ് ഞാൻ ഇടയ്ക്ക് ചെയ്യാറുള്ളത് കേട്ടോ. നമ്മളിങ്ങനെ എക്സ്ട്രാ വാങ്ങിച്ച് വെക്കുമല്ലോ, അപ്പോൾ അത് നമ്മൾ ചിലപ്പോൾ മറന്നു പോകും. ഇടയ്ക്കൊക്കെ എടുത്ത് നോക്കിയിട്ടില്ലെങ്കിൽ നമ്മൾ മറന്നു പോകും അങ്ങനെ വാങ്ങിച്ചിട്ടുണ്ട് എന്നുള്ളതൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് നോക്കി അതിൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അതെല്ലാം ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇക്ക വന്നപ്പോൾ കൊണ്ടുവച്ചതാട്ടോ പത്തിരിപ്പൊടിയും കാര്യങ്ങളൊക്കെ. അപ്പം അതൊന്നും എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ ഞാനൊന്ന് റെഡിയാക്കിയിട്ട് വെക്കുകയാണ്. അപ്പോൾ ഞാൻ ഇപ്രാവശ്യം കുറച്ച് അധികം പത്തിരിപ്പൊടി എടുത്തിട്ടുണ്ട്. കാരണം ഇനിയിപ്പം നോമ്പൊക്കെ വരുന്ന സമയത്ത് എന്തായാലും നമുക്ക് ആവശ്യം ഉണ്ടാകും. കാരണം പത്തിരിയോ ഇടിയപ്പോൾ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഇങ്ങനത്തെ പൊടി ഉണ്ടെങ്കിൽ വേഗം നമുക്ക് പച്ചവെള്ളത്തിൽ തന്നെ കുഴച്ചിട്ട് ഉണ്ടാക്കാമല്ലോ. അപ്പം അത് കുറച്ച് എക്സ്ട്രാ എടുത്തിട്ടുണ്ടായിരുന്നു.
ഇനി എൻ്റെ മെയിൻ പണിയാണ് ചെടി. ഞാൻ എപ്പോൾ വരുമ്പോഴും ചെടി കൊണ്ടുവരാറുണ്ട്. എൻ്റെ മുന്നത്തെ വീഡിയോസൊക്കെ കാണുന്നവർക്ക് അറിയുന്നുണ്ടാവും. ആര് നാട്ടിൽ നിന്ന് വന്നാലും ഞാൻ നാട്ടിൽ നിന്ന് വന്നാലൊക്കെ എപ്പോഴും കൊണ്ടുവരുന്ന സാധനമാണ് ചെടി. പ്രാവശ്യം ഞാൻ കുറച്ച് വെറൈറ്റീസൊക്കെ എടുത്തിട്ടുണ്ട്. ഞാൻ എപ്പോഴും ഇങ്ങനെ നാട്ടിൽ നിന്ന് വരുന്ന സമയത്ത് ഉമ്മാൻ്റെ അടുത്തുനിന്ന് ഇവിടെ ഇല്ലാത്ത ടൈപ്പ് പല വെറൈറ്റീസ് കൊണ്ടുവരും. അപ്പോൾ അതിൽ ചിലതൊക്കെ പിടിക്കും, ചിലതൊക്കെ പോവും. അപ്പോൾ ഞാൻ ഇപ്രാവശ്യം എൻ്റെ അടുത്ത് ഇല്ലാത്ത കുറച്ച് ടൈപ്പ് ചെടികളൊക്കെ ഉമ്മാൻ്റെ അടുത്തുനിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, ചിലതൊക്കെ അവിടെ വെച്ച് നോക്കാൻ വേണ്ടിയിട്ട്. പിന്നെ പോരാത്തതിന് എൻ്റെ അടുത്ത് ഇവിടെ ഉള്ള 1-2 ചെടികളൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ആ ഒരു ചട്ടികളൊക്കെ ഒന്ന് ഫില്ല് ചെയ്യും വേണം, പിന്നെ കുറച്ച് എക്സ്ട്രാ ആഡ് ചെയ്യും വേണം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് ഹാങ് ചെയ്യുന്ന ടൈപ്പ് പ്ലാന്റ്സ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ ഇന്നലെ കൊണ്ടുവന്ന സമയത്ത് തന്നെ ഞാൻ വേഗം വെള്ളത്തിലിട്ട് വെച്ചതായിരുന്നു, ഇനി വാടിപ്പോണ്ടായിരിച്ചിട്ട്. ചെടി പരിപാടി എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് സമയം എടുക്കുമല്ലോ, കുറച്ച് ചട്ടിയും കാര്യങ്ങളൊക്കെ റെഡിയാക്കണം, അതിനായിട്ടിരിക്കണം. അപ്പോൾ അങ്ങനത്തെ ഒരു സമയം നോക്കിയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വന്ന ഉടനെ വെള്ളത്തിലാക്കിയിട്ട് അങ്ങനെ വെച്ചതായിരുന്നു. ഈ ഒരു ചെടിയൊക്കെ നല്ല ഭംഗിയില്ല കാണാൻ. അങ്ങനെ നമ്മളെ നാട്ടിൽ പുറത്തുണ്ടാകുന്നതാണ്, ഇവിടെ വീട്ടിലുണ്ടാവുമോ എന്നറിയില്ല. എന്തായാലും ഒന്ന് വെച്ച് നോക്കണം, പിടിക്കുകയോ ഇല്ലേ എന്നുള്ളത് കണ്ടറിയാം. പിന്നെ എൻ്റെ അടുത്തുള്ള 1-2 ടൈപ്സ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ചില പ്ലാന്റ്സ് കുറച്ചും കൂടി ഈസിയാണല്ലോ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ. അപ്പോൾ ഈ ഒരു സ്പൈഡർ പ്ലാന്റൊക്കെ ഞാൻ ഒന്നും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം ഇത് മെയിൻറ്റെയിൻ ചെയ്യാനും ഈസിയാണ്, നമുക്ക് ഇൻഡോർ ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതായിരുന്നു ഞാൻ മുന്നേ കാണിച്ച ആ ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിച്ച ചട്ടിയിലൊന്ന് കേട്ടോ. അപ്പോൾ ഇത് ഞാനിങ്ങനെ ഒരു പ്ലാന്റ്സ് വെക്കാൻ വേണ്ടിയിട്ട് തന്നെ ഞാൻ വാങ്ങിച്ചതാണ്. ചെറിയ ഇങ്ങനെ മൺചട്ടി പോലെ ഇങ്ങനെ ചെറിയ പ്ലാന്റ്സ് ആക്കി വെച്ചാലും നല്ല ഭംഗിയാവല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വാങ്ങിച്ചതാണ്. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഞാൻ കുറേ ആയി വ്ളോഗ്സൊക്കെ ഇട്ടിട്ട്, അപ്പം നോട്ടിഫിക്കേഷനൊക്കെ വരുന്നുണ്ടോയെന്ന് പോലും എനിക്കറിയില്ല. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതാണ് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഫാമിലിക്കൊക്കെ ഷെയർ ആക്കിയിട്ട് കൊടുക്കുക. അപ്പോൾ വീണ്ടും മറ്റ് വീഡിയോസൊക്കെ ആയിട്ട് കാണാം. ടേക്ക് കെയർ, ബൈ.